என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? கிளிகள் முத்தம் தருதா, அதனால் சத்தம் வருதா? அடடா, என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? கன்னத்தில் முத்தத்தின் நீரம் அது காயவில்லையே, கண்களில் ஏனந்த கண்ணீர் அது யாராலே? கண்ணியில் கழுத்தை பார்த்தால் மனமாகவில்லையே, காதலன் மடியில் பூத்தாள் ஒரு பூ போலே. மன்னவரே உன் விழியால் பெண் விழியை மூடு, ஆதரவா சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? கிளிகள் முத்தம் தருதா, அதனால் சத்தம் வருதா? அடடா, என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? கூந்தலில் நுழைந்த கைகள் ஒரு கோலம் போடுதோ, தன்னிலை மறந்த பெண்மை அதை தாங்காதோ. பூதட்டில் துடிக்கும் வார்த்தை அது உலர்ந்து போனதோ, உள்ளங்கள் துடிக்கும் ஓசை இசையாகாதோ. மங்கை இவள் வாய் திறந்தால் மல்லிகை பூவாசம், கோடையெல்லாம் உச்சரித்தே பேசும். யார் இவர்கள்? இரு பூங்குயில்கள், இளம் காதல் மான்கள். என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? கிளிகள் முத்தம் தருதா, அதனால் சத்தம் வருதா? அடடா, என்ன சத்தம் இந்த நேரம் உயிரின் ஒளியா? என்ன சத்தம் இந்த நேரம் நதியின் ஒளியா? ഗോവിന്ദ് സർ, ഗോവിന്ദിനെ പറ്റിയ കറക്റ്റ് റൗണ്ട്. റൊമാൻറ്റിക് മാസ്റ്റർ. സംശയമുണ്ട്. അതും ഒരു ഹൈലി റൊമാൻറ്റിക് സോങ് രാജാ സാറിന്റെ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. എം ജി സർ. ഗോവിന്ദോ സാർ, എന്തുണ്ട് പിന്നെ? സുഖം. പാട്ടൊക്കെ പോട്ടെ, അത് വിട്. ഈ പാട്ട് ആർക്ക് വേണ്ടിയാ ഡെഡിക്കേറ്റ് ചെയ്തേ? അതാ ശരിയാ, അതാണ് എന്റെ ചോദ്യം. അതെ. അയ്യോ അങ്ങനില്ല. അല്ല, ആർക്ക് വേണ്ടിയാണ്, ഏത് ആളിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മതി. ആദ്യത്തെ അക്ഷരം പറഞ്ഞാലും മതി. അല്ല, അത് പാടുമ്പോഴത്തേക്ക് ഗോവിന്ദിന്റെ മുഖത്തുണ്ടായിരുന്നു ആ മുഖം. ആ ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് എന്തായാലും ഒരു വല്ലാത്തൊരു ഒരു ഹസ്കിനെസ്സും
എന്ന സത്തം ഇന്ത നേരം തരരാ അത് വരുന്നുണ്ടല്ലോ അവിടെ എന്ന സത്തം ഇന്ത നേരം. അതായത് ആ കുട്ടിയെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ സ്വകാര്യതയോടുകൂടി ഇങ്ങനെ ചെവിയിൽ മന്ത്രബോധി കൊടുക്കുന്നത് പോലെ കൊണ്ട് വീട്ടിൽ വിടുകയും വേണം തിരിച്ച്. വേണം. എടാ ഞങ്ങളോട് പറയണ നിങ്ങളെ രണ്ടുപേരും മാത്രം എന്തെങ്ങനെ? അത് ഞങ്ങൾക്കറിയാം, ഞാൻ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും മോനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല പാട്ടാ, ബ്യൂട്ടിഫുൾ സോങ്. സെലക്ഷന് വലിയ കേടി. എനിക്ക് തോന്നി ഒരു ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹസ്കി ഫീലിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ എന്തോ തുറക്കാം. ഇച്ചിരി ഓപ്പൺനെസ് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് ശ്രുതി അങ്ങ് അത് ഈ പാട്ട് എസ്പെഷ്യലി ഈ സോങ്ങിന് ശ്രുതി അങ്ങ് നിറഞ്ഞു കിടക്കണം. ആ ഒരു അങ്ങനെ നിറഞ്ഞ് കണ്ടില്ലേ, ആ കീയുടെ കൂടെ നിറഞ്ഞു നിന്നാലാണ് അതിന്റെ സുഖം. അപ്പൊ കുറേ സ്ഥലങ്ങൾ കാതലിൻ മടിയിൽ, അതുപോലെ തന്നെ നദിയിൻ ഒളിയ, ആ നദിയിൻ പല സ്ഥലത്തും ക്ലാഷ് വന്നു. ഒന്ന് പാടിക്കത്. നദിയിൻ ഒളിയ. അത് കുറച്ച് തെന്നിപ്പോയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് പാടി. പക്ഷെ ഈ ശ്രുതിയാണ് ഇന്നത്തെ ഒരു വില്ലനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ചില പാട്ടുകൾ നമ്മൾ ഓപ്പണപ്പായിട്ട് പാടണം, കുറച്ചൊക്കെ ഓപ്പൺ ചെയ്യണം. അത് ഭയങ്കര സ്വകാര്യം പറയുന്ന പോലെ ആയിപ്പോയി കഴിഞ്ഞാൽ അതിന് വേണം ചില സ്ഥലങ്ങളിലൊക്കെ മോഡുലേഷൻസ് കൊടുക്കുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ കാര്യത്തിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ, അസാധ്യ കോമ്പസിഷൻ പറയാതെ. അത് പിന്നെ അദ്ദേഹം എല്ലാം ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. സൂപ്പർ സ്റ്റാറിന്റെ കാമുക നിനക്ക് കുറച്ചും കൂടെ റൊമാൻസ് ആവാൻ അതിന്റെ ഒരു ആ കോമ്പസിഷന്റെ ഒരു ഉള്ളിലേക്ക് ഇറങ്ങാമെന്ന് തോന്നി എനിക്ക്. പാടിക്കോ നദി, അത് പാടിയാ. നദിയിൻ ഒളിയ, നദിയൻ ഒളിയ, നദിയിൻ ഒളിയ, ഒളിയ ശരിയായിക്കൊള്ള. ഇത് നമ്മൾ പറയുന്നു എന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഈ പാട്ടിന്റെ ജീവനാണ്. കന്നത്തിൽ അതൊന്ന് പാടാമോ? കന്നത്തിൽ മുത്തത്തിൻ ഈരം ഈരം അത് കായവില്ലയേ, കണ്ണിൽ ഏനന്ത കണ്ണീർ, കൺകളിൽ ഏനന്ത കണ്ണീർ അത് യാറാലേ, അത് യാറാലേ, அது யாராலே கண்ணியின் கழுத்தை பார்த்தால், കഴുത്തെ പാത്താൽ, കഴിവേണ്ട കഴുത്തെ പാത്താൽ. അത് ഓക്കെ അത് വിട്ടോ, കുഴപ്പമില്ല. എന്തെങ്കിലും ഈ പാട്ടെടുത്തോണ്ടോ ഗോവിന്ദ, താങ്ക് യു സോ മച്ച്. കുറച്ചും കൂടെ നന്നാക്കാം. താങ്ക് യു സർ. ചേച്ചി നന്നായിരുന്നുടാ, നല്ല സോങ് സെലക്ഷൻ ആണ്. ഒന്നാമത് ഈ ഇതിന്റെ പ്രോഗ്രഷനൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അനുപല്ലവിന്ന് പല്ലവിയിലേക്ക് പോകുന്നത്, അതൊരു വേറെ തന്നെ ഒരു ലെവൽ മാജിക് ആണ്. മോനെ അസലായിട്ട് പാടി. ഇതിൻ്റെ അകത്ത് ഞാൻ നോട്ട് ചെയ്തത് ഒരുപാട് ഹസ്കി ആവുന്നുണ്ട്, ഒരുപാട് ഒതുക്കുന്നുണ്ട് ശബ്ദം. അപ്പം ഇത് ഒതുക്കും തോറും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഈ പാട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് അതിൻ്റെ നോട്ട്സാണ്. ആ നോട്ട്സിൻ്റെ ക്ലാരിറ്റി വരുമ്പോൾ നമുക്കത് കേൾക്കാനും അത് ആസ്വദിക്കാനും ഒരു ഫീല് ഓഡിയൻസിലേക്ക് പോകും. അപ്പം മോനെ പാടുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ഒതുക്കാതെ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം തന്നെ ഇതന്നെ ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ പോയിന്റ്സ് എല്ലാം ഗോവിന്ദനൊന്ന് ഫോക്കസ് ചെയ്ത് നെക്സ്റ്റ് പെർഫോമൻസ് ചെയ്യും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. മെരി ക്രിസ്മസ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഐ ഗിവ് യു 8.2. താങ്ക് യു ചേച്ചി. ശരത് സർ. ഓക്കെ, എം ജി സർ. 8.4. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 16.6.